കൃഷ്ണ ഗുരുവായൂരപ്പ. ഞാനിപ്പോൾ ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് റെയിൽവേ ടൈമിനെ പറ്റിയിട്ട് ഇവിടുന്ന് ട്രെയിൻ ഉണ്ടോ എപ്പോഴൊക്കെയാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഭക്തർ ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്കുള്ളൊരു മറുപടി കൂടിയാണ്. നമ്മളെ ക്ഷേത്രത്തിലേക്ക് ഇത്രയും സൗകര്യം ഉണ്ടാകുമ്പോൾ മഹാക്ഷേത്രമായ ഗുരുവായൂരിലേക്ക് വരാനും പോകാനും ഒക്കെ ഉള്ള സൗകര്യം റെയിൽവേ ഒരുക്കിയിട്ടുണ്ട്. ഗുരുവായൂർ ഏകദേശം 6 ട്രെയിന് അങ്ങോട്ടും 6 ട്രെയിനോളം ഇങ്ങോട്ടും ഗുരുവായൂരിലേക്ക് എത്തുന്ന തരത്തിലാണ് ഉള്ളത്. വളരെ നന്നായിട്ട് തന്നെ ഉണ്ട്. ഞാൻ ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നു. അവിടെ പോയിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ പറയാം, നമ്മളെ ഗുരുവായൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഒരു ട്രെയിനിൻ്റെ കാര്യമാണ് പറയുന്നത്. 16-341 എന്നാണ് ആ ട്രെയിനിൻ്റെ നമ്പർ. അത് 3:15 രാവിലെ 3:25 ഇവിടുന്ന് പുറപ്പെടുക. അതുപോലെ 16-328 ഗുരുവായൂരിൽ നിന്ന് മധുരയ്ക്കുള്ള ട്രെയിനാണ്. അത് രാവിലെ 5:50. ഇതൊക്കെ ഡെയിലി ഉള്ള ട്രെയിനാണ് കേട്ടോ. പിന്നെ 06-439 ഒരു ട്രെയിൻ നമ്പർ ഗുരുവായൂരിൽ നിന്ന് എറണാകുളത്തേക്കാണ്. അത് 6:50. പിന്നെ വീണ്ടും വരുന്നത് 06-445 ഗുരുവായൂർ തൃശ്ശൂരാണ്. അത് 9:15 രാവിലെ തന്നെ. പിന്നെ 06-447 ഗുരുവായൂർ ടു എറണാകുളമാണ്. അത് 1:30 ഇവിടുന്ന് എടുക്കുന്നത്. പിന്നെ 16-128 എന്നുള്ള ഗുരുവായൂരിൽ നിന്ന് ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ആണ്. അത് 11:15 ഗുരുവായൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ തിരിച്ചു വരേണ്ടത് ഗുരുവായൂരിലേക്ക് എത്തേണ്ടത് തിരുവനന്തപുരത്ത് നിന്ന് ഉള്ള ട്രെയിന് 16-342 തിരുവനന്തപുരം ഗുരുവായൂർ. അതിവിടെ രാത്രി 12:25 എത്തും. അതുപോലെ 16-327 മധുരയിൽ നിന്ന് ഗുരുവായൂർക്കുള്ളത്. അത് പുലർച്ചെ 2:10 എത്തും. അതുപോലെ 16-127 ചെന്നൈ ഗുരുവായൂരാണ്. അത് 6:40 എത്തും. പിന്നെ അടുത്തത് എറണാകുളം ഗുരുവായൂരുള്ളത് 06-438 അത് 8:45 ഇവിടെ എത്തും. പിന്നെ 06-446 തൃശ്ശൂർ ഗുരുവായൂർ. അത് 11:55 എത്തും. പിന്നെ ഒരെണ്ണം കൂടി വേറെ ഉള്ളത് 06-448 എറണാകുളം ഗുരുവായൂർ. അതിവിടെ 10:30 കേട്ടോ. 10:30 ഇവിടെ എത്തും. അപ്പോൾ ഇത് നമ്മളെ ഭക്തർക്ക് ഏറ്റവും ഉപകാരപ്രദമാണ്. കാരണം ഗുരുവായൂർക്ക് വരാനും പോകാനും സ്വന്തം വാഹനം ഇല്ലാത്തവർക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിലുള്ള സൗകര്യങ്ങളാണ് റെയിൽവേ ചെയ്തിട്ടുള്ളത്. ഈ റെയിൽവേ നമുക്ക് ഗുരുവായൂർ എത്തിയാൽ ഇനിയിപ്പോൾ ഇങ്ങോട്ട് ക്ഷേത്രത്തിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വടക്ക് വശത്താണ്, ക്ഷേത്രത്തിൻ്റെ വടക്ക് വശത്താണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. പാർത്ഥസാരഥി അമ്പലത്തിൻ്റെ അടുത്താണ്. അതുപോലെ അവിടെ ഓട്ടോ ഉണ്ട്. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ലോഡ്ജുകളുണ്ട്. ഇനി അതല്ല എന്ന് വെച്ചാൽ നേരെ ഗുരുവായൂർക്ക് എത്തിയിട്ട്, അതായത് ഏറിക്കഴിഞ്ഞാൽ ഒരു 400 മീറ്റർ 500 മീറ്ററൊക്കെ ഉള്ളൂ. അപ്പോൾ നടക്കാൻ പറ്റുന്നവർക്ക് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും, കാരണം വെളിച്ചമൊക്കെ ഉള്ള ഏരിയയാണ്, യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ എത്താൻ കഴിയും. അപ്പോൾ എല്ലാവരും ഇനി റെയിൽവേ ഒന്ന് കാര്യമായിട്ട് നോക്കുക. എന്നോട് സംസാരിച്ചിരുന്ന വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകൾക്കൊക്കെ ഇത് മനസ്സിലായിരിക്കും എന്ന് വിചാരിക്കുന്നു. മറ്റുള്ളവർക്കും ഇത് ഉപകാരപ്രദമാവട്ടെ. ഇവിടേക്ക് വരാനും തിരിച്ചു പോകാനും ബസ്സിനെ അല്ലാതെ എങ്ങനെ മാർഗങ്ങൾ എന്നൊക്കെ സ്വന്തം വണ്ടി ഇല്ലാത്തവർക്കൊക്കെ ഇത് നല്ലൊരു ഉപകാരമായിരിക്കും. റെയിൽവേ ആവുകൊണ്ട് അധികം പ്രശ്നമില്ല, അധികം പൈസയില്ല. അപ്പോൾ അത് ഉപകരിക്കുക. ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഇതൊന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക. പിന്നെ കമൻറ്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അയച്ചോളൂ. എന്താ വെച്ചാലും ഞാൻ മറുപടി തരുന്നതായിരിക്കും. ഗുരുവായൂരപ്പനെ കാണാൻ വരുന്ന ആളുകൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്നുള്ള തരത്തിലാണ്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം എല്ലാവർക്കും കിട്ടുന്ന തരത്തിലാവട്ടെ. ഇനിയും ഞാൻ ഇതുപോലുള്ള നിങ്ങൾക്ക് ഉപയോഗപ്രദമായ വീഡിയോകളുമായി വരാം.
എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ.